Hello guys. ഹലോ ഫ്രണ്ട്സ്. Hi guys. സുഖല്ലേ? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ വന്നേക്കുന്നത് ലാസ്റ്റ് എക്സിറ്റിലോട്ടാണ്. അൽഹവനീസിലുള്ള ലാസ്റ്റ് എക്സിറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്, ദുബായിൽ. വീക്കെൻഡ് ആയതുകൊണ്ട് എവിടെയും പോവാന്ന് വിചാരിച്ചു, അപ്പം ഇങ്ങോട്ട് വന്നു. രാവിലെ ഞങ്ങളൊരു തയ്യാറെടുപ്പൊക്കെ നടത്തി, അങ്ങനെ ഉച്ചക്കാലത്തെ ഫുഡൊക്കെ കഴിച്ച് കുറച്ചൊന്ന് ഇറങ്ങി നോക്കി. കുറച്ച് ഡ്രൈവ് ചെയ്തപ്പോഴത്തേനും അത് ഉച്ചക്ക് ചിക്കൻ ബിരിയാണി കഴിച്ചിട്ട് ഡ്രൈവ് ചെയ്യാൻ പോയി. രണ്ടാൾക്ക് ഉറക്കം വന്നിട്ട് അങ്ങനെ അവിടുന്ന് നേരെ തിരിച്ച് വീട്ടിലോട്ട് വന്ന് അവിടുന്ന് നന്നായിട്ട് കിടന്നുറങ്ങി, കുറേ നേരം കിടന്നുറങ്ങി. പിന്നെ വൈകിട്ടായപ്പോഴത്തേനും ചായ ഒക്കെ കുടിച്ച് വീണ്ടും ഇറങ്ങി. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം. നൈസാണ് ഇവിടെ. വൈകിട്ടൊക്കെ വന്നിരിക്കാനും ഫാമിലിയൊക്കെ ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ സൂപ്പർ സ്ഥലമാണ്. ഫോട്ടോ എടുക്കാനുള്ള ആംബിയനും ബാക്ക്ഗ്രൗണ്ടും എല്ലാം ഉണ്ട് ഇവിടെ. അടിപൊളിയാണ്. കണ്ടു നോക്ക് നിങ്ങൾ. കാഴ്ചകളൊക്കെ കുറേശ്ശെ ഞാൻ കാട്ടിത്തരാം കേട്ടോ. ഇതാണ് ലാസ്റ്റ് എക്സിറ്റിൻ്റെ ഭാഗങ്ങൾ. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ കാണാനുള്ളത്. വൈകിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനും പിന്നെ അതുപോലെ നിങ്ങൾക്ക് കൂട്ടത്തോടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് വരാനൊക്കെ പറ്റിയൊരു ഇടമാണ് ലാസ്റ്റ് എക്സിറ്റ്. മനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ. ഇതൊക്കെ പ്രോമിസ് ബ്രിഡ്ജ്, പാരീസിലൊക്കെ ഉള്ള പോലത്തെ സെയിം സെറ്റപ്പ് തന്നെ. താക്കോലല്ല, താഴിട്ട് പൂട്ടാം. അത് കഴിച്ചിട്ട് പിന്നെ അവസാനം നമുക്ക് താക്കോല് വെള്ളത്തിലോട്ട് കളയാം. എന്തോരം താഴെയുള്ളതെന്ന് നോക്കിയാൽ എത്ര ആൾക്കാർ ഇതൊക്കെ വന്ന് പൂട്ടിയിട്ട് പോയിട്ടുണ്ട്. നമുക്കും താഴിട്ട് പൂട്ടാം. നൈസാണ്. നോക്കിയേ, ഓരോരുത്തർ എത്ര ലോക്സാണെന്നറിയോ. നേരെ പൂട്ടാ, താക്കോല് വെള്ളത്തിലോട്ട് എറിയാം. പ്രോമിസ് ലോക്കാണ്. അവരുടെ റിലേഷൻഷിപ്പൊക്കെ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യണതാണ്. രസമാണ്. പിന്നെ കപ്പിൾസിനൊക്കെ വന്നിട്ട് ചെയ്യാൻ അടിപൊളിയാണ്. ഇനി വേറെ കാര്യങ്ങളൊക്കെ കാണാം. ഇതല്ലാതെ ഇവിടെ കാണാനുണ്ട് കേട്ടോ കുറേ കാര്യങ്ങൾ. പിന്നെ ഡൈനിങ്ങിനുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ പല എക്സസൈസ്, വാക്ക് എല്ലാം ഉണ്ട് ഇവിടെ. ഹാപ്പി ബർത്ത്ഡേ ഫാത്തിമ എന്നൊക്കെ ലോക്കിട്ട് പോയിട്ടുണ്ട്. ഏതാണ് ഫാത്തിമ? എന്തായാലും ഞാനല്ല, കണ്ടതല്ല നിന്നെയല്ല എന്തോ ഒരു പ്രപഞ്ചത്തിൽ. എന്താണ് കണ്ടതല്ല നിന്നെയല്ല നോക്കുമീ പ്രപഞ്ചത്തിൽ. ഓ, ഭയങ്കരമുള്ള സംഭവം ട്ടോ. കൊറേ ഇഷ്ടം പോലെ കാണാം. നല്ല രസമുള്ള വാക്കുകളൊക്കെ കാണാൻ പറ്റും. പലരും പേര്. ഈ പോസ്റ്റർ കണ്ട? ഇത് കണ്ടപ്പോൾ എനിക്ക് പണ്ടത്തെ ഓർമ്മ വന്നത്. ആദ്യം ഞാനിവിടെ വന്നിരുന്നു കുറച്ച് നാൾക്ക് മുന്നേ, കുറച്ച് കൊല്ലങ്ങൾക്ക് മുന്നേ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ ആയിരുന്നില്ല. ഇവിടെ പണി നടക്കണം, ഇപ്പോഴും പണി നടക്കണം. എന്നിട്ട് അന്ന് ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തത് ഓർമ്മ വന്നിപ്പോൾ. സെയിം സ്ഥലം. ബോഗൻവില്ലൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടൊരു ഡെക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഗ്രീൻ ഡെക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ ഇരിക്കാം, അവിടെ ഇരുന്ന് സംസാരിക്കാം, ഫോട്ടോസ് എടുക്കാം. പിന്നെ അപ്പുറത്ത് പലതരം ഷോപ്സ് ഉണ്ട്. ഇപ്പം മാളുണ്ട്, ചെറിയൊരു മാള് പോലെ. സ്റ്റാർബക്സിൻ്റെ കോഫി ഷോപ്പ്, പിന്നെ റെസ്റ്റോറൻറ്റ്സ്, മീറ്റ്, ഫിഷ്, അങ്ങനെ എന്ത് വേണോ അതെല്ലാം ഇവിടെ കിട്ടും. കൂടുതലും എനിക്ക് തോന്നുന്നത് അറബികളാണ് കൂടുതലും ഇവിടെ വരുന്നത്. യൂറോപ്യൻസും അറബികളും. ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് അവരെ കാണാൻ പറ്റും. നൈസ് വൈബാണ്. ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് നടക്കാനൊക്കെ നല്ല സുഖം. അതെ, കഴിഞ്ഞിട്ടില്ല. പിന്നെന്താ പറയാ? പിന്നൊന്നുമില്ല. മതി. എന്താണ്? പിന്നെന്താ? പിന്നെ അപ്പുറത്തൊക്കെ ഫുഡ് ട്രക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല. അവിടേക്ക് നമ്മ പോയിട്ടില്ല. നമുക്ക് അങ്ങോട്ട് പോവാം. അവിടെ പശു ഒക്കെ ഇരിക്കുന്നു. പശു ഇരിക്കുന്നു.
എന്താണ് ഇതിന് മാത്രം കാര്യമായിട്ട് വായിക്കാനുള്ളത്? ആഹാ ഓ ഭയങ്കര കാര്യമായിട്ടിരുന്ന് ന്യൂസ് വായിച്ചോണ്ടിരിക്കാണ്. പശുമ്പ ന്യൂസ് വായിച്ചോണ്ടിരിക്ക. ന്യൂസ് അല്ല, ജ്യൂസ്. ഇല്ല അതിന്റെ അകത്ത് മെനു മെനു കാർഡ് ഇന്ന സാധനങ്ങളുണ്ടല്ലോ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് മെനുല് വായിച്ചോണ്ടിരിക്ക. പശുമ്പൊക്കെ ജ്യൂസിന് ആഗ്രഹം ഉണ്ടാവില്ലേ, ഡോണറ്റ്. പക്ഷെ വയസ്സാണ് കണ്ണട വെല്ലിപ്പ. ഇവിടെ ഒരു കാറുണ്ട, വിന്റേജ് കാറ്. സംഭവം നല്ല രസമുണ്ട്. പക്ഷെ ഒറിജിനൽ എല്ലാം തോന്നുന്നുണ്ട്. ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു മോഡല്. അവര് പെയിന്റ് അടിച്ച് വെച്ചേക്കണ കാറിന്റെ ഉള്ളൊക്കെ കണ്ടാല് ഫുൾ ഓൾഡ് ആണ്. തുരുമ്പൊക്കെ പിടിച്ച് സീറ്റൊന്നുമില്ല. പിന്നെ കാറിന്റെ ഗ്ലാസ് ഒന്നുമില്ല. സംഭവം ഒരു ഓൾഡ് മോഡലാക്കി വെച്ചേക്കണ അവര്. മിററും കാര്യങ്ങളൊന്നും ഇല്ല. സംഭവം നല്ല രസമുണ്ട് കാണാൻ. ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. ഡോൺ ക്ലൈംബ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ പിള്ളേർ മൊത്തം വണ്ടിയുടെ ഉള്ളിലാണ്. പക്ഷെ എൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല കേട്ടോ, കാണാന്നുള്ളൂ. നൈസാ. കുട്ടികൾക്ക് കളിക്കാനുള്ള ട്രെയിൻ ഇവിടെ ഉണ്ട്. അവർക്കൊരു വൈബിങ് ഒക്കെ വേണ്ടേ? പിള്ളേരായിട്ടൊക്കെ വന്നു കഴിഞ്ഞാല് നല്ല നൈസാണ്. അവരെ ഇങ്ങോട്ട് വിട്ടുകൊടുത്താൽ മതി, ബാക്കി അവര് നോക്കിക്കോളും. ഫ്രീ എൻട്രി ആണ് ഇവിടെ. അതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. ഇവരെ കാണാവുന്നുള്ള പേടിയൊന്നും വേണ്ട. കറക്റ്റ് അവര് തന്നെ പൊക്കിയെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നോളൂ. ഇവിടെ എല്ലാവരും പിള്ളേരൊക്കെ ആക്കി അവിടെ വിട്ടിട്ട് അവരവരുടെ കാര്യങ്ങൾ നോക്കാണ്. ഐറ്റം ഇവിടെ കളിച്ചടക്കും. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ ഫുഡ് ട്രക്സ് ഉണ്ട്. BBQ സ്റ്റേഷൻ, ഐസ്ക്രീം, KFC, ലൈക്ക് റോസ്റ്റഡ് എല്ലാം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫുഡ് മേടിച്ചിരിക്കാനുള്ള സ്പേസ് കപ്പാസിറ്റി ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള ഏരിയ. അതെ, നൈസാണ്. കുട്ടികൾ കളിക്കാനുള്ള ഏരിയ നോക്കിയാൽ അവരെ ഇറക്കി വിട്ടുകൊടുത്താൽ മതി. അവരെ സ്വർഗമാണ്. വാവ്, അടിച്ചു പൊളിക്കും കുട്ടികൾ. സ്കൂട്ടർ, ബാറ്ററിയിൽ ഓടുന്ന സ്കൂട്ടർ എല്ലാം ഉണ്ട്. നമ്മളൊന്നും ചെറുപ്പത്തിൽ ഇതൊന്നും കണ്ടിരുന്നില്ല കേട്ടാ. കാണുമ്പോൾ ഒരു അസൂയാവുണ്ട്. എന്താണ് അവന്മാർക്ക് കിട്ടിക്കൊണ്ടിരിക്കണത്? ഓഹോ, ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ അടിച്ച് പൊളിച്ച് തിമിർത്ത് വാരാ. ടിക്കറ്റ് വേണം തോന്നുന്നു. ഇല്ല ഉള്ളിൽ കയറാനല്ല, ഇത് പെർ അവറിനുള്ളതാണ്. അല്ല, പെർ അവർ അല്ല. ചിലപ്പോ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ നമ്മളവിടെ നാട്ടിലും മാളിലൊക്കെ ഉണ്ടല്ലോ. നല്ല പൈസയാണ് ഇതിനൊക്കെ വാങ്ങാം. പിന്നെന്താ വെച്ചാല് കുട്ടികളെ കൊണ്ടുവരുമ്പോ വെച്ചാല് ഏറ്റവും ചോദിക്കുമ്പോ പിന്നെ നമ്മളൊന്നും പറയാൻ പറ്റില്ല. അവർക്കൊരു ഫണ്ടൊക്കെ വേണ്ടേ. ഇവിടെ ഒരു മരത്തിനെ വെറുതെ ഇട്ടിട്ടില്ല. എല്ലാ മരത്തും ലൈറ്റാണ്. ഇങ്ങനെ ട്യൂബ് ലൈറ്റ് ഒക്കെ വെച്ചിട്ട് സംഭവം രസമുണ്ട് കാണാൻ. ലൈറ്റ് ഒക്കെ വരുമ്പോ പ്രത്യേകിച്ച് നൈറ്റ് വ്യൂ ആണ് ഇവിടെ. പകൽ അത്ര ഇതുണ്ടാവില്ല. നൈറ്റാണ് ഇവിടുത്തെ പ്രത്യേകത. എന്താ ലൈറ്റ് ഭയങ്കര അടിപൊളിട്ടാ. നമുക്ക് എന്തായാലും മനസ്സ് നിറയും ഇവിടെയൊക്കെ വരുമ്പോൾ. ഈ ഇവിടുത്തെ ആ ഫെസ്റ്റിവൽ മൂഡും ആ വൈബും ഇവിടെ നിന്നുള്ള ഡിന്നറും എല്ലാം കൂടി കഴിയുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷനാണ്. എന്താണെന്നറിയില്ല, നമുക്ക് നമ്മളെ മൈൻഡൊക്കെ ആകെ തളർന്നിരിക്കുന്ന ടൈമിലും ഇതേപോലെ ഒന്ന് ഇറങ്ങി നടന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുന്നത് വല്ലാത്തൊരു സുഖമുള്ള കാര്യമാണ്. നിങ്ങളും ഒന്ന് ചെയ്തു നോക്കണം. കുറച്ചൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുക, എല്ലാവരുമായിട്ടും സ്പെൻഡ് ചെയ്യുക, സംസാരിക്കുക. നമ്മൾ ഭയങ്കര മൂടിയായിരിക്കുന്ന നേരത്ത് ഞാൻ പറയണത് വീട്ടിൽ തന്നെ ഇരിക്കരുത്. പുറത്തിറങ്ങുക, അവരെ കണ്ട് അവരോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുക. പലവരെയും, ഈവൻ നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരെയും അല്ലെങ്കിൽ പുതിയ ആൾക്കാരെ പരിചയപ്പെടുന്നതും അതൊക്കെ ഭയങ്കര നമുക്കൊരു പോസിറ്റീവ് എനർജി നമുക്ക് കൊണ്ടുവരും. എപ്പോഴും അല്ല, കുറച്ച് നേരത്തിന് ആ പോസിറ്റീവ് എനർജി ഉണ്ടാവുള്ളൂ. പക്ഷെ എന്നാലും ആ കുറച്ചു നേരം നമുക്ക് പീസ്ഫുള്ളായിരിക്കും. അതാണ് ഇതിൻ്റെ കാര്യം. ആ കുറച്ചു നേരം നമുക്ക് പീസ്ഫുള്ളായിരിക്കാൻ പറ്റിയാൽ അതും വലിയ കാര്യമല്ലേ, അല്ലേ? അതെ. അങ്ങനെ നമ്മൾ ഇവിടെയൊക്കെ കഴിഞ്ഞ് ഇനി വേറെ കുറച്ച് കറക്കങ്ങളൊക്കെ ഉണ്ട്. അതും കഴിഞ്ഞിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കും. ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ നമ്മൾ വേറെ എന്തെങ്കിലും പരിപാടിയൊക്കെ നോക്കിയിട്ട് കാട്ടാം. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്തെടുക്കാം. നമ്മളിവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കുഴപ്പമൊന്നും ഉണ്ടായില്ല. നല്ല നൈസ് ഫൺ മൂഡാണ് ഇവിടെ.
വീഡിയോ ഒരു 5 മിനിറ്റ് ഉണ്ടാവും. 5 മിനിറ്റത്തെ വീഡിയോ ഉണ്ടാവുള്ളൂ, അതിൽ കൂടുതലൊന്നും ഉണ്ടാവില്ല. നമ്മ ഇവിടെ വന്നപ്പോൾ ഇവിടെ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു, അങ്ങനെ എടുത്തു. ആ കുറച്ച് നേരമുള്ളൂ, ജസ്റ്റ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ എങ്ങനെയാണ്, പിന്നെ നമുക്ക് ഫാമിലി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. അതൊക്കെ തന്നെ വലിയ കാര്യം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ബൈ. ബൈ. ടാറ്റാ.